കേരളത്തിലാണെങ്കിൽ ഫുള്ള് മഴ ഫുള്ള് തണുപ്പ്. അവിടെ ഇരുന്ന് ഇറച്ചപ്പം ഒറ്റ ബുദ്ധി ഒറ്റ മൈൻഡ് നേരെ വിട്ടു തമിഴ്നാട്ടിലേക്ക്. തമിഴ്നാട്ടിൽ വന്നിട്ട് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ചേട്ടനെയും കൂട്ടി ബൈക്ക് എടുത്തിട്ട് ഒറ്റ തിരി നേരെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. എന്നെ രസമല്ലേ നമ്മുടെ ഈ വിൻഡോസിൻ്റെയൊക്കെ വാൾപേപ്പറിൽ കാണുന്ന പോലെ ഈ കിടില സാധനം. ഞാൻ കുറേ നേരം നോക്കിയത് എന്നെ ഭംഗിയെന്നറിയോ. ആ നേരെ അപ്പുറത്ത് കാണുന്ന ചെറിയ മലയില്ലേ, അവിടെയാണ് തേനി. തേനിയിൽ താഴെ ആ വെള്ളയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങുന്ന കാണുന്നില്ലേ, അതാണ് കാട്ടാഴിപ്പാടം. ഫുള്ള് കാറ്റാടിയടാ. ഇവിടെ ഒടുക്കത്തെ കാറ്റും ഈ മലേൻ്റെ താഴെ കൂട് മുളച്ച പോലെ കാറ്റാടിയടാ എല്ലായിടത്തും. ഈ റോഡ് കണ്ടോ, ഞങ്ങൾ ഏകദേശം 10 കിലോമീറ്റർ അപ്പുറത്ത് നട്ടോ വരുന്ന ടൗണിൽ നിന്ന്. ഇത് ലാസ്റ്റ് റോഡാണ്. ഈ റോഡ് വരെ അവിടെ കീടിലായിട്ട് ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ മലേൻ്റെ അപ്പുറത്ത് കേരളം ഇപ്പുറത്ത് തമിഴ്നാട്, അപ്പുറത്ത് കേരളം ഇപ്പുറത്ത് തമിഴ്നാട്. ഫുള്ള് മഴ അവിടെ നിന്ന് കുത്തി പെയ്യും കേട്ടോ. മിന്നൽ മഴ അപ്പുറത്ത് നിന്ന് പെയ്യുന്നേടാ. എന്നാ മഴയെന്നറിയോ. ഇങ്ങോട്ട് ചെറിയൊരു ചാറ്റിൽ മാത്രമേ ഉള്ളൂ. ഞാനേ ഇവിടെ നിന്ന് ട്രക്കിങ്ങിന് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ട്രക്കിങ് പോകണം. അതിൻ്റെ ഒരു കീട്ടിലും വീഡിയോ എടുക്കണം. എൻ്റെ മോനെ, ഞാനിത് അവിടെ ഈ കാണുന്ന വലിയ മലയില്ലേ അതിൻ്റെ മുകളിൽ കയറുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് മുതുകഴപ്പാന്നാണ് പറഞ്ഞത്. അതിനോട് അങ്ങനെ എനിക്ക് ആഗ്രഹിച്ചു വിടാം, എൻ്റെ ആഗ്രഹത്തിൻ്റെ ഒരു പരിധിയില്ലേ. അപ്പം പുള്ളി പറഞ്ഞു ആ മലപ്പുറത്ത് ഫുള്ള് തേനാന്നാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മലപ്പുറത്ത് വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു അല്ല പാലക്കാടാണ്. അങ്ങനെ ആ മലപ്പുറത്തെ കണ്ടോ കുറേ പൊത്തുണ്ട്. ആ പൊത്തിൻ്റെ ഉള്ളിൽ ഫുള്ള് തേനാട്ടോ. ആ തേനെടുക്കാൻ വേണ്ടി ആൾക്കാർ കയറും. അപ്പം നമ്മൾ അങ്ങനെയല്ല, തേനെടുക്കാനൊന്നല്ല കയറുന്നത്. നമ്മൾ ആ കണപ്പ് കൊണ്ട് മലേൻ്റെ മേലെ കയറി അത് കീഴടക്കിയിട്ട് മറ്റേ ഹില്ലരിയും ഐ ക്ലിൻ്റനാണ് എന്തൊരു ക്ലിൻ്റനല്ലേ മറ്റേ ഇത് കീഴടക്കി അതേപോലെ നിൽക്കണം എനിക്ക്.